പലരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കാം. ചിലർ തലയണയുടെ അടുക്കൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നു, ചിലർ ഷെൽഫിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നു, ചിലർ ഞായറാഴ്ച മാത്രം ഇത് എടുക്കുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ വചനം നമ്മുടെ വായിലൂടെ പുറത്തു വരുമ്പോഴാ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ കണ്ടോ. ഇവിടെ പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നമ്മുടെ ഷെൽഫിൽ ഇരിക്കണമെന്നല്ല പറഞ്ഞ്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കണം, ഇരിക്കണം, ഇരിക്കണം. ഇതിനെ കൊണ്ട് നടക്കണം. ഈ വചനത്തെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം തന്നെ സദൃശവാക്യത്തിൽ പറയുന്നു, ജീവന്റെ ഉറവ കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താ. അതിന് സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കാൻ നോക്കുമ്പോൾ വചനമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കൈവശമാക്കാൻ അവന് കഴിയത്തില്ല. ശൂന്യമായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെ അവന് കൈവശമാക്കാൻ കഴിയുമായിരിക്കാം, പക്ഷേ ദൈവവചനം ഇരിക്കുന്ന ഒരു ദൈവവേദനന്റെ ഹൃദയത്തെ കൈവശമാക്കാൻ കഴിയത്തില്ല. ജീവന്റെ ഉറവയിൽ ദൈവവചനമായിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഹല്ലേലൂയ.